സുപ്രീം കോടതിയിൽ പോയി പ്രാക്ടീസ് ചെയ്യണമെന്നായിരുന്നു സ്വപ്നം. പക്ഷെ ഏകദേശം 10 വർഷത്തോ അടുത്തോളം ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യാൻ കഴിഞ്ഞു. അങ്ങോട്ട് പോകാൻ പറ്റിയില്ല. അപ്പോഴേക്കും വഴിതിരിഞ്ഞ് ഈ മാർഗത്തിലൂടെ വീണ്ടും വന്നു. രാഷ്ട്രീയ പ്രവർത്തനം ഉണ്ടായിരുന്നെങ്കിലും നന്ന അഭിഭാഷകനാകണമെന്നുള്ളൊരാഗ്രഹമുണ്ടായി. കാരണം പിന്നീട് ആ പ്രാക്ടീസൊക്കെ ചെയ്തപ്പോൾ ആ പ്രൊഫഷന്റെ പ്രത്യേകതയും അതിനൊരു മഹനീയതയുണ്ട്. ആ പ്രൊഫഷൻ നിങ്ങളിപ്പോൾ പുതിയതായി അഭിഭാഷകരായി എൻറോൾ ചെയ്ത് വന്നിരിക്കുന്നവർ ആ പ്രൊഫഷനെ മഹത്തരമായി കാണണം. ആദ്യം അതൊരു വലിയ പ്രൊഫഷനാണ്. നമ്മൾ നിയമങ്ങളെ വ്യാഖ്യാനിച്ച് കോടതികൾക്ക് മുമ്പിൽ നമ്മുടെ ക്ലയൻസിന് വേണ്ടി നമ്മൾ വാദിക്കുക. അപ്പം നമ്മൾ വെൽ പ്രിപ്പയർഡ് ആയിരിക്കും. നമ്മുടെ തയ്യാറെടുപ്പുകളാണ്. ഒരു അഭിഭാഷകന് ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു അഭിഭാഷകന് ആദ്യം വേണ്ടത്, ഞാൻ കരുതുന്നത്, ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിം ഉണ്ടാകണം. നമുക്കൊരു മനസ്സിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിം ഉണ്ടാകണം. ആ കോൺസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിമിൽ നിന്ന് വേണം നമ്മൾ ആർഗ്യൂ ചെയ്യാൻ, നമ്മൾ ചിന്തിക്കാൻ, പുതിയ വാദമുഖങ്ങൾ ഉയർത്തുവാൻ എല്ലാം വേണം. ആ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് എന്നോട് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകം ഏതാണ്? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകം കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. ഞാൻ എപ്പോഴും തർക്കിക്കും. ഞാൻ തന്നെ ഡിബേറ്റിൽ ഏർപ്പെടും. അതായത് ഈ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അഡ്രസ് ചെയ്തിട്ടില്ല എന്ന്. എന്നിട്ട് ഞാനും കോൺസ്റ്റിറ്റ്യൂഷൻ തമ്മിൽ മത്സരമാണ്. എന്നിട്ട് ഞാനത് തപ്പി കണ്ടുപിടിക്കും. എല്ലാ മത്സരങ്ങളിലും ഞാൻ തോറ്റുപോയി. എല്ലാ മത്സരങ്ങളിലും വിജയിച്ചത് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. നിങ്ങൾ ആ ഭരണഘടനയാണ്. എല്ലാ നിയമങ്ങളും ഉണ്ടാകുന്നത് അതിൽ നിന്നാണ്. നിങ്ങൾ ലോ കോളേജിലൊക്കെ പഠിച്ചിട്ട് വന്നാൽ പഠനവും പ്രാക്ടീസും തമ്മിൽ വളരെ ഡിഫറൻ്റാണ്. സത്യം പറഞ്ഞ ഒരു ബന്ധമില്ല. ശരിക്കും ഒരു ബന്ധമില്ല. ആ തിയറി പഠിച്ചതും പരീക്ഷ നമ്മൾ എഴുതിയതും പ്രാക്ടീസും തമ്മിലൊരു ബന്ധമില്ല ശരിക്കും. പക്ഷെ ബേസിക് ആയിട്ടുള്ള ഒരു നോളജാണ്. ഞാൻ നിങ്ങളോട് ആദ്യം പറയുന്നത്, എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരൻ എന്നുള്ള നിലയിലുള്ള എൻ്റെ അഡ്വൈസ്, ആ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ അതെന്താണ്? അതിനൊരു ഹൃദയമുണ്ട്, ഒരു ഹാർട്ട് ഉണ്ടായിരുന്നു. അത് ആദ്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. സംശയങ്ങൾ ഉണ്ടാകുമ്പോൾ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിലെ പ്രൊസീഡിങ്സ് വായിക്കണം. ഞാൻ ആ അഭിഭാഷകനായി പ്രാക്ടീസ് ചെയ്തതുകൊണ്ടും ഭരണഘടനയോടുള്ള ഇഷ്ടം കൊണ്ടുമാണ് പിന്നീട് എൻ്റെ പാർലമെന്ററി പ്രവർത്തനത്തിന്റെ എൻ്റെ ഏറ്റവും വലിയ അടിത്തറ എന്ന് പറയുന്നത് ആ പ്രാക്ടീസും ആ കോൺസ്റ്റിറ്റ്യൂഷനോടുള്ള ഒരു സ്നേഹവുമായിരുന്നു എൻ്റെ പാർലമെന്ററി പ്രവർത്തനത്തിലെ കഴിഞ്ഞ 1/4 നൂറ്റാണ്ട് കാലത്തെ എൻ്റെ അടിത്തറ. എന്നെ എൻ്റെ സഹപ്രവർത്തകരായ MLA കളിയാക്കും. അസംബ്ലിയിൽ ആദ്യം വന്നിരുന്നാൽ ബാഗ് തുറന്നിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എടുത്ത് മേശപ്പുറത്ത് വയ്ക്കും. അത് വെക്കാതെ ധൈര്യം വരാത്ത MLA ആണ് ഞാൻ എന്ന് പറഞ്ഞ് എന്നെ കളിയാക്കും. പക്ഷെ അത് മുമ്പിലിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിലെ ചർച്ചകളാണ്, എത്ര ഗാഢമായിട്ടുള്ള ചിന്തകളാണ്, ചർച്ചകളാണ്, എത്ര ഡിബേറ്റാണ് അവിടെ നടന്നിരിക്കുന്നത്. അതിന്റെ അതിമനോഹരമായ ഔട്ട്കമാണ്. ആർട്ടിക്കിൾ 14 അതൊക്കെ ചർച്ച ചെയ്ത സമയത്ത് വളരെ രസകരമായ ചോദ്യങ്ങളുണ്ടായി. അവർ പറഞ്ഞ ആർട്ടിക്കിൾ 14 ഇക്വാളിറ്റി ബിഫോർ ലോ അല്ലേ, എല്ലാവരും നിയമത്തിന്റെ മുന്നിൽ തുല്യരാണ്. അപ്പോൾ ഒരു ചോദ്യം വന്നു. ഒരിക്കൽ പണ്ഡിറ്റ് നെഹ്റു അഡ്രസ് ചെയ്തപ്പോഴാണ്, അദ്ദേഹത്തിനോടാണ് ചോദ്യം വന്നത്. ചോദ്യം വന്നത് എന്താ? അങ്ങനെയാണെങ്കിൽ ഒരു വിഭാഗം ആളുകൾക്ക് സംവരണം കൊടുക്കുന്നത് എന്തിനാണ്? വേറൊരു ചോദ്യം, എന്തിനാണ് മൈനോറിറ്റിക്ക് ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത്? എല്ലാവരും തുല്യരല്ലേ? അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു മറുപടി ഉണ്ട് പണ്ഡിറ്റ് നെഹ്റു, എല്ലാവരും തുല്യരാകണം എന്നത് നമ്മുടെ സ്വപ്നമാണ്. പക്ഷേ നമ്മൾ കടന്നു പോകുന്ന കാലഘട്ടം, നൂറ്റാണ്ടുകൾ, ജീവിതത്തിന്റെ പിന്നാമ്പുറങ്ങളിൽ മാത്രം ജീവിക്കാൻ വിധിക്കപ്പെട്ട ജനസമൂഹങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. വിദ്യാഭ്യാസത്തിന് അവകാശമില്ലാത്ത ആളുകൾ അല്ലെ, ജാതീയമായി ഔട്ട്കാസ്റ്റ് എന്നാണ് പറയുന്നത്, ജാതി പോലും ഇല്ലാത്തവർ, ഔട്ട്കാസ്റ്റ്, ജാതിക്കും പുറത്തായിരുന്നു. അങ്ങനെയുള്ള ആളുകൾ, വലിയ വിദ്യാഭ്യാസമൊന്നും നടത്താൻ അവസരം കിട്ടാത്ത ആളുകൾ, വഴി നടക്കാൻ പോലും അവകാശമില്ലാത്ത ആളുകൾ. അപ്പോൾ ഒരു ജനാധിപത്യ രാജ്യം വരുമ്പോൾ അവരെ കൂടി ജീവിതത്തിന്റെ മുഖ്യധാരയിലേക്ക്, മെയിൻ സ്ട്രീമിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരണം. അതിനാണ് സംവരണം. സംവരണം ഔദാര്യമല്ല. സംവരണം എല്ലാവരും നിയമത്തിന്റെ മുന്നിൽ തുല്യരാകാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കൈപിടിച്ചുയർത്തലാണ്. പിന്നെ നമുക്ക് ഇപ്പോൾ ഭൂരിപക്ഷത്തിന്റെ ഒരു വാക്കുപയോഗിക്കില്ല, മൃഗീയത, ഭൂരിപക്ഷത്തിന്റെ ഒരു മൃഗീയത. ഇപ്പൊ നമ്മൾ അവരെ പ്രൊട്ടക്ട് ചെയ്യും. പക്ഷെ ഒരു കാലത്ത് വേണമെങ്കിൽ ന്യൂനപക്ഷങ്ങൾ അടിച്ചമർത്തപ്പെടുന്ന, ന്യൂനപക്ഷങ്ങൾ ഭൂരിപക്ഷത്തിന്റെ ചവിട്ടടിയിൽ അരച്ച് ചേർക്കപ്പെടുന്ന ഒരു കാലം വന്നേക്കാം. ആ കാലത്തും അവർക്കൊരു പ്രൊട്ടക്ഷൻ ഉണ്ടാകണം. ദീർഘവീക്ഷണത്തോടു കൂടിയാണ്. അത്ര എലാബറേറ്റ് ആയിട്ടുള്ള ഡിസ്കഷനാണ് ഓരോ വകുപ്പിനും. ഇപ്പോഴും പുസ്തകങ്ങൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആർട്ടിക്കിൾ 21 കുറിച്ച്, റൈറ്റ് ടു ലീവ്,